all, so welcome to another aesthetic morning routine vlog. ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ വന്നതിന് ശേഷം എൻ്റെ ഡേ കുറച്ചൊക്കെ ഒരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മോർണിംഗ് മുതൽ ഉച്ച വരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. രാവിലെ എണീറ്റിട്ട് സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ ബ്രഷ് തേക്കുന്നു, മുഖം കഴുകുന്നു. പിന്നെ ഞാനിന്ന് നേരത്തെ തന്നെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ നല്ല ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അധിക ദിവസം കുളിക്കാനായിട്ട് നോക്കും. കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഫീൽ ചെയ്യും. ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ എല്ലാ ദിവസവും അധികം ഞാൻ കുളിക്കലാണ്. ക്ലാസ് തുടങ്ങാൻ കുറച്ചധികം ടൈം തന്നെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പൈസസും പിന്നെ അതുപോലെ കറി പൗഡേഴ്സൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് വെക്കാൻ വിചാരിച്ചു. ഇത് നെസ്റ്റേഷ്യയുടെ 7 പീസ് ഗ്ലാസ് ജാർ വിത്ത് വുഡൻ റാക്കാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം വിചാരിച്ച് റൈറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം എൻ്റെ കിച്ചണിൽ വന്നതോടെ മൊത്തം ലുക്കേ മാറിപ്പോയി. ഇതിൽ 330 ml 3 ലാർജ് ഗ്ലാസ് ജാർസും പിന്നെ അതേപോലെ 4 250 ml സ്മോൾ ഗ്ലാസ് ജാർസും ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഫൈൻ സ്പൈസസോ കറി പൗഡേഴ്സോ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കാരണം ഇത് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ അതേപോലെ എയർ ടൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈസസിൻ്റെ ഒന്നും ഫ്രഷ്നെസ് പോവില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്പൈസസ് ഒക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് നേരത്തെ കാണിച്ച ആ ഒരു ബൗൾ ഉണ്ടല്ലോ, അതും നെസ്റ്റേഷ്യയുടെ ഡ്യൂറബിൾ സെറാമിക് മൾട്ടി കളർഡ് ബൗളാണ് കേട്ടോ. അതിൽ 4 ബൗൾസ് വരുന്നുണ്ട്. എല്ലാം 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബൗൾസുകളിൽ ഒന്നായിരുന്നു കേട്ടോ ഇത്. എല്ലാം സിമ്പിൾ ആൻഡ് ക്ലാസി ലുക്കായിരുന്നു. ഓരോന്നിനും 300 ml കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. കിട്ടില്ല ക്വാളിറ്റിയാണ്. ഇന്ന് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് നെസ്റ്റേഷ്യയുടെ ട്രൈ പ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക്വെയറിലാണ് കേട്ടോ. ഇറ്റ് ഈസ് നോൺ സ്റ്റിക്ക്, ഇൻഡക്ഷൻ കമ്പാറ്റബിൾ, ഈവൻ ഹീറ്റിംഗ്. അത് മാത്രമല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റി ആണ് കേട്ടോ. പിന്നെ ഇത് വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുള്ളൂ കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. സാധാരണ നമ്മൾ സ്റ്റീൽ കുക്ക്വെയർസിലൊക്കെ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് ബേൺ ചെയ്യുന്നുണ്ടാവില്ലേ, അത് എല്ലാ സൈഡിലും ഹീറ്റ് എത്താത്തതുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു ട്രൈ പ്ലേ കുക്ക്വെയറിൽ എല്ലാ സൈഡിലും ഹീറ്റ് ഈവൻ ആയിട്ട് എത്തും. അപ്പോൾ ഫുഡ് കരിയാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. ഓൾസോ ഇത് ഇൻഡക്ഷനിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ലെസ് സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഓയിൽ മതി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ നമുക്ക് കുറേ ആയിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു ട്രൈ പ്ലേ കുക്ക്വെയർ. അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ. കുക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു ഉപ്മാവിൻ്റെ മാൻ്റെ ഒരു സ്പെഷ്യൽ ഉപ്മാവാണ് കേട്ടോ. കാരണം എപ്പോഴും ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ നെയ്യും പിന്നെ അതേപോലെ കാഷ്യൂസും പിന്നെ വെള്ളം കറക്റ്റായിട്ടായിരിക്കും ആഡ് ചെയ്യുക. പിന്നെ പറയുന്നതാണ് കേട്ടോ, നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഈവൻ ആയിട്ട് ഇതേപോലെ ഇളക്കി റവ ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റിൽ ഉപ്മാവ് കിട്ടും എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ആഡ് ചെയ്താൽ സെറ്റാണ്. നെയ്യും വേണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്മാവ് നമുക്ക് കിട്ടുക. പിന്നെ ഈ ഒരു സ്നാക്ക് ബോൾ ഉണ്ടല്ലോ, ഇത് എനിക്കൊരു ഫസ്റ്റ് സൈഡ് ലവ് ആയിരുന്നു കേട്ടോ. ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത്. കാരണം ഞാൻ കുറേ ആയിട്ട് ഇതേപോലെ ഹാൻഡിലുള്ള ഒരു സ്നാക്ക് ബോൾ വാങ്ങിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും കിഡിലും ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് സ്നാക്ക് ബോൾ ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെർവ് ചെയ്യാനാണെങ്കിലും മിക്സ് ചെയ്യാനാണെങ്കിലും ഇനി സ്നാക്ക് കഴിക്കാനാണെങ്കിലും എന്താണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ടു സെർവ്. അല്ല, ഉപ്മാവ് മാത്രം പോരല്ലോ, ഒരു ചായയും കൂടി വേണ്ട. ചായ ഉണ്ടാക്കാൻ മാത്രമല്ല വേറെ ഒരുപാട് ഡിഷസ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുട്ടോ. ഇത് നെസ്റ്റേഷ്യയുടെ തന്നെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് പോട്ടാണ് കേട്ടോ. ഈ സംഭവം കണ്ടപ്പോൾ തന്നെ അതിന്റെ എസ്തെറ്റിക് ലുക്ക് കൊണ്ട് ഞാൻ അങ്ങോട്ട് ബുക്ക്. ഇതിന് ഹൈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൈക്രോവേവ് സേഫ് ആണ്. പിന്നെ അതുപോലെ സ്റ്റവ് ടോപ്പിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാണുമ്പോൾ ചിലപ്പോൾ നല്ല വെയിറ്റുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അത്രയും കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ട്രാൻസ്പെറന്റ് ബോഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഷ് അത് ലിഡ് തുറക്കാതെ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ കുറേ കാലം ലാസ്റ്റ് ചെയ്യും കേട്ടോ.
അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ തന്നെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാകും കേട്ടോ. ഇന്ന് ലഞ്ചിന് നമ്മളൊരു 1 പോട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതൊരു സെറാമിക് കുക്കിംഗ് പോട്ടാണ് കേട്ടോ. നെസ്റ്റേഷ്യയുടെ സൈറ്റിൽ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആട്ടോ. പക്ഷെ ഈ ഒരു കളർ എന്നെ നന്നായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ മാത്രമല്ല കിഡിലും ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നോൺ പോറസ് ചിപ്പ് റെസിസ്റ്റൻസ് സെറാമിക് വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ ചൂട് ഹോൾഡ് ചെയ്യും. ഓൾസോ മൈക്രോവേവ് സേഫ് ആണ്. നമുക്ക് സ്റ്റൗ ടോപ്പിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ചില ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി ബീഫൊക്കെ നമ്മളിങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഇല്ല. അതിനൊക്കെ ഒരു പെർഫെക്റ്റ് പോട്ടാണ് കേട്ടോ ഇത്. ഇന്ന് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 പോട്ട് ബിരിയാണി അല്ലേ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ കുക്കിംഗ് പോട്ടിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാളയും ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ആണ് കേട്ടോ. അതൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില, മല്ലിയില, പിന്നെ അതേപോലെ പുതിന ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മസാല വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1.5 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ബിരിയാണി റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 1 പോട്ട് ബിരിയാണി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടത്. ഓൾസോ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം എൻ്റെ ഫേവറേറ്റ് നെസ്റ്റേഷ്യയുടെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു എസ്തെറ്റിക് മോർണിംഗ് റൊട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണം കേട്ടോ. പിന്നെ ഒരു കമൻ്റ് ഒക്കെ ഇട്ടുള്ളൂ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.